ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതിൽ സോഷ്യൽ മീഡിയ കോണ്ടന്റ്സ് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് പ്രീമിയർ പ്രോ പ്ലഗിൻ ആണ് ബ്രിവിഡി പ്രോ. ആൻഡ് ഞാൻ ഓൾറെഡി ഈ പ്ലഗിൻ്റെ 2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അവർ പുതിയൊരു അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രീ സ്റ്റോക്ക് അസറ്റ്സ് ബ്രൗസ് ചെയ്യാൻ വേണ്ടി പറ്റും യൂസിങ് ദിസ് പ്ലഗിൻ. നമുക്ക് വീഡിയോസ് ആക്സസ് ചെയ്യാം, ഗിഫ്, ഇമേജസ്, ഇമോജീസ്, ഓഡിയോസ് എല്ലാം ഈസി ആയിട്ട് വീഡിയോസിലേക്ക് ആഡ് ചെയ്യാം പ്രീമിയറിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ. ഓൾസോ നമുക്ക് ക്ലിപ്സിൽ ഇൻട്രോ, ഔട്ട്രോ ആൻഡ് കോൺസ്റ്റന്റ് ആനിമേഷൻസും ക്രിയേറ്റ് ചെയ്യാം. ആൻഡ് AI യൂസ് ചെയ്തിട്ട് നമ്മുടെ ഡയലോഗ്സിനെ ബേസ് ചെയ്തിട്ട് ഓട്ടോ റെക്കമെൻഡേഷൻസും എടുക്കാൻ പറ്റും. ആൻഡ് ഈ വീഡിയോയിൽ നമുക്ക് ബ്രിവിഡി മീഡിയ ബ്രൗസർ എങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാം. ആൻഡ് ബ്രിവിഡി മീഡിയ ബ്രൗസർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ദെൻ ഇവിടെ സ്റ്റാർട്ട് ഫോർ ഫ്രീ സെലക്ട് ചെയ്യാം. ആൻഡ് നിങ്ങൾ ഓൾറെഡി ബ്രിവിഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ മീഡിയ ബ്രൗസർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ഇവിടെ ലേറ്റസ്റ്റ് വേർഷൻ ഡൗൺലോഡ് ചെയ്താൽ മതി. ആൻഡ് നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് യൂസ് ചെയ്യുന്നതെങ്കിലും ഇവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ആൻഡ് ഞാൻ ഇവിടെ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്രീമിയർ പ്രോ ഓപ്പൺ ചെയ്യാം. ആൻഡ് പ്രീമിയർ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ വിൻഡോസിൽ എക്സ്റ്റൻഷൻസിൽ ബ്രിവിഡി മീഡിയ ബ്രൗസർ ഓപ്പൺ ചെയ്യാം. ഞാൻ ഓൾറെഡി ബ്രിവിഡി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി ബ്രിവിഡി മീഡിയ ബ്രൗസർ ഓപ്പൺ ചെയ്യാം. ആൻഡ് ഇതാണ് ബ്രിവിഡി മീഡിയ ബ്രൗസർ ഇൻ്റർഫേസ്. ആൻഡ് ഞാൻ ഓൾറെഡി ബ്രിവിഡി യൂസ് ചെയ്തിട്ട് വീഡിയോയിൽ ക്യാപ്ഷൻസ് ക്രിയേറ്റ് ചെയ്ത് അത് ആനിമേറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് 5 സെക്കൻഡ്സ് ഒന്ന് പ്ലേ ചെയ്ത് കാണിക്കാം. If you're looking to start or scale an Airbnb business in 2024, you have at least 5 to 7 hours a week to put into this, and you have at least ആൻഡ് നിങ്ങൾക്ക് ക്യാപ്ഷൻസ് ക്രിയേറ്റ് ചെയ്യാനും ആനിമേറ്റ് ചെയ്യാനൊക്കെ അറിയത്തില്ലെങ്കിൽ ഞാൻ ഓൾറെഡി ബ്രിവിഡിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാർഡ് ഇവിടെ കൊടുത്തേക്കാം. ഇനി നമുക്ക് ബ്രിവിഡി മീഡിയ ബ്രൗസർ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് ഞാൻ പറയാം. നമുക്ക് പ്രീമിയറിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ വീഡിയോസ്, ഗിഫ്, ഇമേജസ്, ഇമോജീസ്, ഓഡിയോസ് എല്ലാം ഡയറക്റ്റ് ആയിട്ട് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ആഡ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല നമുക്കത് ആനിമേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇത് ബ്രിവിഡി ആയിട്ട് ലിങ്ക്ഡ് ആണ്. അതായത് നമുക്ക് ബ്രിവിഡി മീഡിയ ബ്രൗസറും ഹാൻഡ് ഇൻ ഹാൻഡ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഫോർ എക്സാമ്പിൾ എനിക്കിവിടെ ബിസിനസ്സിനെ ബേസ് ചെയ്തിട്ട് വീഡിയോസ് അല്ലെങ്കിൽ ഗിഫ് ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ ഞാൻ ഇവിടെ മീഡിയ സെലക്ഷൻ ടൂൾ സെലക്ട് ചെയ്യുവാണ്. ബിസിനസ് സെലക്ട് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യാം. ആൻഡ് ഓട്ടോമാറ്റിക്കായിട്ട് ബ്രിവിഡി മീഡിയ ബ്രൗസറിൽ ആ സെർച്ച് ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. ആൻഡ് നമുക്ക് വേണ്ട വീഡിയോസ് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇങ്ങനെ ഹാൻഡ് ഇൻ ഹാൻഡ് ആയിട്ട് ബ്രിവിഡി മീഡിയ ബ്രൗസറും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് ബ്രിവിഡി യൂസ് ചെയ്തിട്ട് മീഡിയാസ് ആഡ് ചെയ്യാം. എനിക്ക് എന്താണ് വേണ്ടത് അതിവിടെ സെർച്ച് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ഏകദേശം നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലും സെലക്ട് ചെയ്യാം. നമുക്ക് നോക്കാം, പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, റവന്യൂ അത് നല്ലൊരു ഓപ്ഷനാണ്. സോ നമുക്ക് റവന്യൂവിനെ ബേസ് ചെയ്തിട്ട് വീഡിയോസ് ആഡ് ചെയ്യാം. ഞാൻ ഇവിടെ റവന്യൂ എന്ന് സെർച്ച് ചെയ്യുവാണ്. റവന്യൂ. ദെൻ നമുക്ക് വീഡിയോസ് വേണമെങ്കിൽ വീഡിയോസ് സെലക്ട് ചെയ്യാം, ഗിഫ് വേണമെങ്കിൽ ഗിഫ് സെലക്ട് ചെയ്യാം, ഇമേജസ് വേണമെങ്കിൽ ഇമേജസ് സെലക്ട് ചെയ്യാം. എന്താണോ വേണ്ടത് അത് സെലക്ട് ചെയ്യാം. ഞാൻ ഇവിടെ വീഡിയോസ് സെലക്ട് ചെയ്യുവാണ്. ഇവിടെ 2 പ്രൊവൈഡേഴ്സാണുള്ളത്. ഒന്ന് പെക്സൽസും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ആൻഡ് അതുപോലെ പിക്സബേയും. നമുക്ക് ഏത് പ്രൊവൈഡേഴ്സിൻ്റെ വീഡിയോസ് വേണമെങ്കിലും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഗിഫ് ഉണ്ട്, അതിനും ഡിഫറെൻറ്റ് പ്രൊവൈഡേഴ്സ് അവൈലബിൾ ആണ്. ഇമേജസ് ഉണ്ട്, ഇമോജീസ് ഉണ്ട്. നമുക്ക് വേണ്ട മീഡിയാസ് ഇവിടുന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ ഇവിടെ വീഡിയോ തന്നെ യൂസ് ചെയ്യുവാണ്. നമുക്ക് പെക്സൽസിൽ നിന്ന് ഏതെങ്കിലും സെലക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ റവന്യൂ അല്ലേ, നമുക്ക് ഈ വീഡിയോ യൂസ് ചെയ്യാം. സോ ഞാനത് സെലക്ട് ചെയ്യുവാണ്. ആൻഡ് സെലക്ട് ചെയ്തപ്പം വീഡിയോ റൈറ്റ് സൈഡിൽ വന്നിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നമുക്ക് റെസൊല്യൂഷൻ, അതായത് ഫോർമാറ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഉണ്ട്. 4K വേണമെങ്കിൽ 4K, 2K, ഫുൾ HD ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. ഞാൻ ഇവിടെ ഫുൾ HD സെലക്ട് ചെയ്യുവാണ്. ദെൻ കണ്ടിന്യൂ സെലക്ട് ചെയ്യാം. ആൻഡ് കണ്ടിന്യൂ സെലക്ട് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ആനിമേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ആദ്യം തന്നെ ഇതിൻ്റെ പൊസിഷൻ എവിടെ വേണമെന്ന് കൊടുക്കാം. എനിക്ക് ഫുൾ സ്ക്രീൻ വേണം. സോ ഞാൻ ഇവിടെ സ്ക്രീൻ ഫിറ്റ് സെലക്ട് ചെയ്യുവാണ്. എന്നിട്ട് ഫുൾ സ്ക്രീൻ കൊടുക്കാം. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ലെഫ്റ്റിൽ, റൈറ്റിൽ, സെൻറ്ററിൽ പ്ലേസ് ചെയ്യാം. ആൻഡ് ക്യാപ്ഷൻ്റെ മുകളിൽ അല്ലെങ്കിൽ ക്യാപ്ഷൻ്റെ റൈറ്റ് സൈഡിൽ എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ ഇവിടെ ഫുൾ സ്ക്രീൻ തന്നെ കൊടുക്കുവാണ്. ദെൻ നിങ്ങൾക്ക് എന്തെങ്കിലും ആനിമേഷൻസ് കൊടുക്കണമെങ്കിൽ ആനിമേഷൻ കൊടുക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആനിമേഷൻ ഇനേബിൾ ചെയ്യാം. ആൻഡ് ഓപ്ഷൻസ് എല്ലാം ഇവിടെ ഇനേബിൾ ആയിട്ടുണ്ട്. ഓക്കെ, ഇൻട്രോ, അതായത് വീഡിയോ എങ്ങനെ വരണം എന്ന് കൊടുക്കാം. ഞാൻ ഇവിടെ സ്ലൈഡ് കൊടുക്കുവാണ്. നമുക്ക് സ്ലൈഡ് റൈറ്റ് കൊടുക്കാം. ദെൻ അതിൻ്റെ ഇൻറ്റൻസിറ്റിയും സ്പീഡും എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം. സ്പീഡ് ഞാൻ കുറച്ച് കുറയ്ക്കുവാണ്. ആൻഡ് നമുക്കത് ഈസ് ഇൻ ആക്കാം, ഈസ് ഔട്ട് ആക്കാം, ലീനിയർ ആക്കാം. കുറച്ചുകൂടി സ്മൂത്ത് ആക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ ഈസ് ഇൻ ആൻഡ് ഔട്ട് കൊടുക്കുവാണ്. ദെൻ ഔട്ട്രോ കൊടുക്കാം, എങ്ങനെ വീഡിയോ പോകണം അത് കൊടുക്കാം. ഞാൻ ഇവിടെ മേ ബി ഫെയ്ഡ് കൊടുക്കാം. നമുക്ക് ഫെയ്ഡ് ഡൗൺ അല്ലെങ്കിൽ സിമ്പിൾ ഫെയ്ഡ് കൊടുക്കാം. അതിൻ്റെ സ്പീഡും ഇൻറ്റൻസിറ്റി എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം. ആൻഡ് ഇവിടെ ഞാൻ ഈസീസ് കൊടുക്കുവാണ് കുറച്ച് സ്മൂത്ത് ആകാൻ വേണ്ടി. ദെൻ എന്തെങ്കിലും ആനിമേഷൻസ് കൊടുക്കണമെങ്കിൽ, അതായത് വീഡിയോ നിൽക്കുമ്പം അതിന് എന്തെങ്കിലും ആനിമേഷൻ കൊടുക്കണമെങ്കിൽ ആനിമേഷൻ കൊടുക്കാം. ഞാൻ തൽക്കാലം നണ്ണ് തന്നെ കൊടുക്കുവാണ്. നമുക്ക് കുറച്ച് കഴിഞ്ഞ് ഇമോജീസ് ആഡ് ചെയ്യുമ്പോഴത്തേനും മൂവ്മെൻറ്റ് കൊടുത്ത് നോക്കാം. ഓക്കെ, നണ്ണ് കൊടുക്കാം. ആൻഡ് മീഡിയാസ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ ഇൻസേർട്ട് മീഡിയ സെലക്ട് ചെയ്യാം. ആൻഡ് വീഡിയോ ഇവിടെ ഇൻസേർട്ട് ആയിട്ടുണ്ട്. ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ആൻഡ് ഇതിൻ്റെ ഡ്യൂറേഷൻ തീരെ കുറവാണ്. നമുക്ക് കുറച്ചുകൂടെ ഡ്യൂറേഷൻ വേണം. ആൻഡ് നമ്മൾ ഈ മീഡിയ സെലക്ട് ചെയ്തിട്ട് ഇഫക്റ്റ് കൺട്രോൾസ് സെലക്ട് ചെയ്യുവാണെങ്കിൽ നമുക്കിവിടെ ആനിമേഷൻസും കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നതാണ്. അതായത് കീ ഫ്രെയിംസ് എല്ലാം വന്നിരിക്കുന്നതാണ്. ആൻഡ് നമ്മൾ ഡ്യൂറേഷൻ ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ കീ ഫ്രെയിംസ് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ആയിട്ടില്ല.
ആൻഡ് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി സിമ്പിളാണ്. ജസ്റ്റ് ബ്രിവിഡി മീഡിയ ബ്രൗസറിലേക്ക് വരിക, എന്നിട്ട് അപ്ഡേറ്റ് മീഡിയ കൊടുക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ വീഡിയോ കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. ദെൻ അപ്ഡേറ്റ് മീഡിയ കൊടുക്കുക ആൻഡ് ഓട്ടോമാറ്റിക്കായിട്ട് കീ ഫ്രെയിംസ് എല്ലാം അഡ്ജസ്റ്റ് ആയിക്കോളും. ഈസി അല്ലേ? പ്ലേ ചെയ്ത് നോക്കാം. $1,000 a year in revenue in my very first year of ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് മീഡിയാസ് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, നമുക്ക് ഏതെങ്കിലും ഇമോജീസ് കൊടുത്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ എവിടെ കൊടുക്കണം? ഏകദേശം നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ കൊടുക്കാം. ഇവിടെ 7 hours എന്ന് പറയുന്നുണ്ട്. സോ നമുക്ക് ടൈം ബേസ്ഡ് ആയിട്ട് എന്തെങ്കിലും ഇമോജീസ് ആഡ് ചെയ്യാം. 7 hours എന്നാണ് പറയുന്നത്. ഏകദേശം ഞാൻ ഇവിടെ കൊണ്ട് പ്ലേ ഹെഡ് വെച്ചു. ദെൻ നമുക്ക് ബ്രിവിഡി മീഡിയ ബ്രൗസറിലേക്ക് വരാം. ഞാൻ ഇവിടെ ന്യൂ സെലക്ട് ചെയ്യുവാണ്. എന്നിട്ട് ടൈം എന്ന് കൊടുക്കാം. ടൈം സെർച്ച് ചെയ്യാം. എനിക്ക് ഗിഫ് വേണ്ട, നമുക്ക് ഇമോജീസ് വല്ലതും ആഡ് ചെയ്യാം. ഓക്കെ, ഇഷ്ടമുള്ള ആഡ് ചെയ്യാം. എനിക്ക് ആനിമേറ്റഡ് ആയിട്ടുള്ള ഇമോജി വേണം. സോ ഞാൻ ഇവിടെ ഗൂഗിൾ ആനിമേറ്റഡ് സെലക്ട് ചെയ്യുവാണ്. ഇഷ്ടംപോലെ പ്രൊവൈഡേഴ്സ് ഉണ്ട്, നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ ഗൂഗിൾ ആനിമേറ്റഡ് എടുക്കുവാണ്. ഈ ക്ലോക്ക് നമുക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കാം. എനിക്കിത് മേ ബി ക്യാപ്ഷൻ്റെ മുകളിൽ വേണം. സോ ഞാൻ ഇവിടെ എബോവ് ക്യാപ്ഷൻസ് സെലക്ട് ചെയ്യുവാണ്. ഇൻട്രോ എങ്ങനെ വേണമെന്ന് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. ഞാൻ ഇവിടെ സ്ലൈഡ് കൊടുക്കാം. നമുക്ക് ജസ്റ്റ് സ്ലൈഡ് അപ്പ് കൊടുക്കാം. മുകളിലേക്ക് വരുന്ന രീതിയിൽ നമുക്ക് ഈസീസ് കൊടുക്കാം. ഔട്ട് ആനിമേഷൻ നമുക്ക് മേ ബി സ്ലൈഡ് ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ് കൊടുക്കാം. സ്ലൈഡ് റൈറ്റ് കൊടുക്കാം. ഇവിടെ ഞാൻ ഈസീസ് കൊടുക്കുവാണ്. ആനിമേഷൻ നമുക്ക് എന്തെങ്കിലും മൂവ്മെൻറ്റ് ആഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമുക്ക് വിഗിൾ കൊടുക്കാം. വിഗിൾ മൂവ്മെൻറ്റ് കൊടുക്കാം. അതിൻ്റെ ഇൻറ്റൻസിറ്റിയും കാര്യങ്ങളൊക്കെ വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഇൻസേർട്ട് മീഡിയ കൊടുക്കാം. ആൻഡ് ഇതിൻ്റെ ആനിമേഷൻ തീരെ ചെറുതായതുകൊണ്ട് തന്നെ ബ്രിവിഡി ഓട്ടോമാറ്റിക്കായിട്ട് ഒരു നെസ്റ്റഡ് സീക്വൻസ് ക്രിയേറ്റ് ചെയ്ത് ഡിഫറെൻറ്റ് ഡ്യൂപ്ലിക്കേറ്റ്സ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഡ്യൂറേഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. If you have at least 5 to 7 hours a week to put into this, and you have at least a small amount of capital to start with. ആൻഡ് നമ്മുടെ ഗിഫ് ഇവിടെ ആനിമേറ്റഡ് ആയിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ ഡ്യൂറേഷൻ കുറച്ച് കൂടുതലാണ്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കുറച്ച് മുമ്പ് ചെയ്ത പോലെ തന്നെ 7 hours a week to put into this. And you എനിക്ക് ഇവിടം വരെ മതി. സോ ഞാൻ ഇവിടെ ട്രിം ചെയ്യുവാണ്. എന്നിട്ട് അപ്ഡേറ്റ് മീഡിയ സെലക്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ക്ലിപ്പ് സെലക്ട് ചെയ്യാം. എന്നിട്ട് അപ്ഡേറ്റ് മീഡിയ സെലക്ട് ചെയ്യാം. ആൻഡ് ആനിമേഷനും കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആയിക്കോളും. പ്ലേ ചെയ്ത് നോക്കാം. at least 5 to 7 hours a week to put into this. And you have സോ ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഇമോജീസും ഇമേജസും എല്ലാം ആഡ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് AI ബേസ്ഡ് ആയിട്ട് എങ്ങനെ മീഡിയാസ് ആഡ് ചെയ്യാൻ നോക്കാം. ഞാൻ ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് രണ്ടും ഡിലീറ്റ് ചെയ്യുവാണ്. സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ്. ഇനി നമുക്ക് ബ്രിവിഡി സെലക്ട് ചെയ്യാം. ദെൻ ഇവിടെ നമുക്ക് മീഡിയ ടൂൾ സെലക്ട് ചെയ്യാം. ആൻഡ് സജസ്റ്റഡ് മീഡിയ സെലക്ട് ചെയ്യാം. നമുക്ക് എന്താണോ വേണ്ടത് അത് സെലക്ട് ചെയ്യാം. എനിക്കിവിടെ ഇമോജീസ് ആഡ് ചെയ്യണം. സോ ഞാൻ ഇവിടെ ഇമോജീസ് സെലക്ട് ചെയ്യുവാണ്. നിങ്ങൾക്ക് ഇമേജസോ വീഡിയോസോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ ഇമോജീസ് സെലക്ട് ചെയ്യുവാണ്. എവിടെ വേണം പൊസിഷൻ എന്ന് കൊടുക്കാം. ഞാൻ ഇവിടെ എബോവ് ക്യാപ്ഷൻ തന്നെ കൊടുക്കുവാണ്. ദെൻ എന്തെങ്കിലും കോണ്ടസ്റ്റ് കൊടുക്കണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഞാൻ ഇവിടെ മേക്ക് ഇറ്റ് ഇൻഫോർമേറ്റീവ് എന്ന് തന്നെ കൊടുക്കുവാണ്. ആൻഡ് ആനിമേഷൻ നമുക്ക് എന്ത് വേണോ അത് കൊടുക്കാം. ഞാൻ ഇവിടെ സ്കെയിൽ കൊടുക്കാം. അല്ലെങ്കിൽ വേണം നമുക്ക് സ്ലൈഡ് തന്നെ കൊടുക്കാം. സ്ലൈഡ് അപ്പ് കൊടുക്കാം. ദെൻ ഈസീസ് കൊടുക്കുവാണ്. ഔട്ട്രോ നമുക്ക് ഫെയ്ഡ് കൊടുക്കാം. ഫെയ്ഡ് അപ്പ് സെലക്ട് ചെയ്യാം. ഇവിടെ ഞാൻ ഈസീസ് കൊടുക്കുവാണ്. എന്തെങ്കിലും ആനിമേഷൻസ് കൊടുക്കണമെങ്കിൽ ആനിമേഷൻസ് കൊടുക്കാം. ഞാൻ ഇവിടെ വിഗിൾ സെലക്ട് ചെയ്യുവാണ്. എന്നിട്ട് ജനറേറ്റ് കൊടുക്കാം. ഇനി ഈ ക്യാപ്ഷൻസ് എല്ലാം AI അനലൈസ് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഇമോജീസ് കറക്റ്റ് പ്ലേസിൽ ആഡ് ചെയ്തോളും. ഒന്ന് വെയിറ്റ് ചെയ്യാം. ആൻഡ് ഇവിടെ ഇമോജീസ് വന്നിട്ടുണ്ട്. ഇഫ് യു ആർ ലുക്കിംഗ് ടു സ്റ്റാർട്ട് ഓർ സ്കെയിൽ എന്നുള്ളടത്ത് ഒരു റോക്കറ്റിൻ്റെ ഒരു ഇമോജി വന്നിട്ടുണ്ട്. സോ അങ്ങനെ ഡിഫറെൻറ്റ് ഇമോജീസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഓക്കെ ആണെങ്കിൽ നമുക്കിവിടെ ഇമ്പോർട്ട് പെൻഡിങ് സെലക്ട് ചെയ്യാം. ആൻഡ് ഇതെല്ലാം കറക്റ്റായിട്ട് ഇവിടെ ടൈം ലൈനിൽ ഫിക്സ് ചെയ്തോളും. ഒന്ന് വെയിറ്റ് ചെയ്യാം. ആൻഡ് ടൈം ലൈനിൽ ഇമോജീസ് എല്ലാം ആഡ് ചെയ്തിട്ട് അത് ആനിമേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം പ്ലേ ചെയ്ത് നോക്കാം. Scale on Airbnb business in 2024. If you have at least 5 to 7 hours a week to ഡ്യൂറേഷൻ put into കൂടുതലാണ്. this. And you have നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഡ്യൂറേഷൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് മുമ്പ് ചെയ്ത പോലെ തന്നെ ഇവിടെ ബ്രിവിഡി മീഡിയ ബ്രൗസറിലേക്ക് വന്നിട്ട് അപ്ഡേറ്റ് മീഡിയ സെലക്ട് ചെയ്താൽ മതി. ഡ്യൂറേഷൻ എല്ലാം അഡ്ജസ്റ്റ് ആയിക്കോളും. സോ ഇങ്ങനെ നമുക്ക് ബ്രിവിഡി മീഡിയ ബ്രൗസർ യൂസ് ചെയ്തിട്ട് ഈസി ആയിട്ട് മീഡിയാസ് ആഡ് ചെയ്യാനും ആനിമേറ്റ് ചെയ്യാനും പറ്റും. ആൻഡ് ഇത് മാത്രമല്ല, ബ്രിവിഡി യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ലോങ് ഫോം വീഡിയോ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഷോർട്ട് ഫോം കോണ്ടൻറ്റ്സ് ബ്രിവിഡി നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരും. ആൻഡ് ക്രിയേറ്റ് ചെയ്യുക മാത്രമല്ല, നമുക്കതിൽ ക്യാപ്ഷൻസ് ക്രിയേറ്റ് ചെയ്യാം, അത് ആനിമേറ്റ് ചെയ്യാം, മീഡിയാസ് ആഡ് ചെയ്യാം, അത് ആനിമേറ്റ് ചെയ്യാം. സോ ഷോർട്ട് ഫോം വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ടൂളാണ് ബ്രിവിഡി പ്രോ. ആൻഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. ആൻഡ് ബാക്കി 2 വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് ഞാൻ ഇവിടെ എൻ കാർഡിൽ കൊടുത്തേക്കാം. സോ നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കുക.